ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് പുരാതന കനാനിയൻ സമൂഹം അഥവാ ഇന്നത്തെ ഇസ്രയേലും കൂട്ടരുമെല്ലാം ദൈവമെന്ന് പറഞ്ഞ് ആരാധിച്ച പെൺകുട്ടികളെ ബലി നൽകിയ ആ ബാൽ ആണോ സമകാലിക രാഷ്ട്രീയത്തിൽ സജീവ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ബാൽ? ഇറാനിൽ നടക്കുന്ന ചില പ്രതിഷേധങ്ങളിൽ നെതന്യാഹുവിന്റെയും ട്രംപിന്റെയും കൊടുങ്കുറ്റവാളി ജെഫ്രിൻ എപ്സ്റ്റീന്റെയും എല്ലാം ചിത്രങ്ങൾ തൂക്കി കത്തിച്ച ആ ബിംബം, ആ പ്രതിമ ഈ പറയുന്ന ബാലുമായി വല്ല ബന്ധവുമുള്ളതാണോ? ഖുർആനിലോ മറ്റു പുരാതന വേദഗ്രന്ഥങ്ങളിലോ ബാലിനെ കുറിച്ച് പരാമർശിക്കുന്നുണ്ടോ? ഇറാനിൽ 165ഓളം പെൺകുട്ടികളെ കൊന്നൊടുക്കിയത് ഈ ബാലിനു വേണ്ടി ബലിയർപ്പിക്കാനാണോ? സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഉയരുന്ന സമകാലിക രാഷ്ട്രീയത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ചകളിൽ ചിലതാണിത്. കൊടുങ്കുറ്റവാളി ജെഫ്രിൻ എപ്സ്റ്റീന്റെ ഫയലുകൾ പുറത്തു വന്നപ്പോൾ ലോകത്തെ മുൻനിര നേതാക്കളിൽ പലരും അതിൽ ഉൾപ്പെട്ടെന്ന് ലോകം പറയുമ്പോൾ, ആ ഫയലുകൾ പറയുമ്പോൾ, അതിൽ ബാൽ എന്ന പ്രതിമ, സാത്താനിക് പ്രതീകത്തിന് എന്താണ് റോൾ എന്നുകൂടി ലോകം ചോദിക്കുന്നുണ്ട്. പുരാതന മിഡിൽ ഈസ്റ്റിലെ ഏകദൈവ വിശ്വാസികളല്ലാത്ത ആളുകൾക്ക് ഒരു ദൈവമുണ്ടായിരുന്നു. മഴയുടെയും ഇടിമിന്നലിന്റെയും കൃഷിയുടെയും എല്ലാം ദൈവമെന്ന് വിശ്വസിച്ച് അവർ ആരാധിച്ചു പോന്നിരുന്നു. പെൺകുട്ടികളെ ബലി നൽകിയിരുന്നു. ആ ബാലിനെ കുറിച്ച് ഖുർആനിലും പരാമർശമുണ്ട്. ബൈബിളിലും ആ ബാലിനെ കുറിച്ച് തന്നെയാണ് പറയുന്നത്. ഖുർആനിലെ 37ാമത്തെ സൂറത്തായ സൂറത്തു സോഫാത്തിലെ 125ാമത്തെ ആയത്തിലാണ് ഇങ്ങനെ പറയുന്നത്: നിങ്ങളുടെ ഏറ്റവും നല്ല സൃഷ്ടാവിനെ ഉപേക്ഷിച്ച് നിങ്ങൾ ബാലിനെ ആരാധിക്കുകയാണോ എന്നാണ് ഇലിയാസ് പ്രവാചകൻ തന്റെ സമൂഹത്തോട് ചോദിക്കുന്നത്. ഇതിൽ നിന്ന് മനസ്സിലാകുന്ന ഒരു കാര്യം, പുരാതന കാലത്ത് മിഡിൽ ഈസ്റ്റിൽ കനാനിയൻ സമൂഹം ഇത്തരത്തിൽ ബാലിനെ ആരാധിച്ചിരുന്നു. ബാലിനു വേണ്ടി ബലിയർപ്പിച്ചിരുന്നു. പ്രീതിപ്പെടുത്താൻ വേണ്ടി കുറ്റകൃത്യങ്ങളായി നമ്മൾ കണക്കാക്കുന്ന പല പ്രവൃത്തികളും അവർ ചെയ്തിരുന്നു. പിന്നീട് ഏകദൈവ വിശ്വാസങ്ങളായ ഇസ്ലാം മതവും ക്രിസ്തുമതവും ജൂയിസവും എല്ലാം ശക്തി പ്രാപിച്ചതോടെയാണ് ഈ ബാലിനെ ആരാധിക്കുന്ന ഒരു സമൂഹം ലോകത്ത് നിന്നു തന്നെ ഇല്ലാതായതെന്ന് വിശ്വസിക്കുന്നു. ബാലിനെ പ്രീതിപ്പെടുത്താൻ വേണ്ടി ലോക നേതാക്കളും വലിയ ബിസിനസ്സുകാരും രാഷ്ട്ര തലവന്മാരും അടക്കം ഇത്തരം കുറ്റകൃത്യങ്ങളിൽ ഇന്നും ഏർപ്പെടുന്നു. അതിലൂടെ അവരുടെ സാമ്പത്തിക ശേഷിയും ഐശ്വര്യവും വർദ്ധിപ്പിക്കുന്നു എന്നെല്ലാം പലരും പറയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ബാൽ ഒരു പുരാതന ചരിത്ര ശകലം മാത്രമല്ല, ഇന്നും രഹസ്യമായി പലരും ആരാധിക്കുന്ന ഒരു സാത്താനിക് വേർഷൻ കൂടിയാണ് ബാൽ. ജെഫ്രിൻ എപ്സ്റ്റീൻ എന്ന കൊടുങ്കുറ്റവാളിയുടെ വെളിപ്പെടുത്തലുകളിൽ അദ്ദേഹത്തിന്റെ ഐലൻഡിൽ രഹസ്യമായി ഇത്തരം പുരാതന രീതിയിലുള്ള ആരാധനകൾ നടന്നിരുന്നു. പെൺകുട്ടികളെ വളരെ മോശമായ രീതിയിൽ ഉപയോഗിക്കുകയും അവരെ പിന്നീട് ബാലിന് ബലിയർപ്പിക്കുകയും അവർ ഭക്ഷണമായി മനുഷ്യന്റെ മാംസം ഉപയോഗിക്കുകയും ചെയ്തു എന്നുവരെ പല വീഡിയോകളും ഫയലുകളും പുറത്തു വന്നതായി കാണുന്നുണ്ട്. ഇറാനിൽ 165ഓളം പിഞ്ചു ബാലികമാരെ കൊന്നുകൊണ്ടാണ് ഇസ്രായേലും അമേരിക്കയും കഴിഞ്ഞ യുദ്ധം തുടങ്ങിയത്. ഈ പെൺകുട്ടികളെ ബാലിന് ബലി നൽകിക്കൊണ്ട് യുദ്ധം വിജയിക്കാൻ വേണ്ട കാര്യങ്ങൾ ചെയ്തുവെന്നാണ് പലരും ആരോപിക്കുന്നത്. അതേസമയം ഒരു കാര്യം കൂടി ഓർക്കുക, ട്രംപിനോടും മറ്റു പല ലോക നേതാക്കളോടും കൂട്ടുകൂടിയ കൊടുങ്കുറ്റവാളി ജെഫ്രി എപ്സ്റ്റീന്റെ ഒരു ബാങ്ക് അക്കൗണ്ടിന്റെ പേര് ബാൽ എന്നായിരുന്നു.